നല്ല പെരുമഴയായിട്ട് പുതപ്പൊക്കെ മൂടി പൊതിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചാടി എണീച്ച് നല്ല കട്ടൻ ചായ, നല്ല ചൂടുള്ള കട്ടൻ ചായ കുടിക്കണം കേട്ടോ. കട്ടൻ ചായ ഒക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നേ ഓടി വാ, നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ കൊച്ചു ചെമ്മീനില്ലേ, ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ വന്ന വഴി ആൾക്കാരോടും. എന്താണെന്നറിയോ, ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറയുന്ന ഈ രീതിയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൊച്ചു ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനും നിങ്ങളെപ്പോലെ അടാറ് മടിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ കൊച്ചു ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്നാകും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനും നിങ്ങളും പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും വന്നോളൂ. നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് 3 പാത്രം വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞി പാത്രം അതെന്തിനാണെന്നറിയോ, നമ്മൾ ഈ ചെമ്മീനൊക്കെ പീലൊക്കെ അതായത് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുത്തതിന് ശേഷം ഇട്ട് വെക്കാനായിട്ടൊരു പാത്രം. അതുപോലെ തന്നെ വേറൊരു പാത്രം ഇതിന് തലയും തോലൊക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു പാത്രം നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടുള്ള പാത്രം. ഓക്കെ, അപ്പോൾ 3 പാത്രമായില്ലേ. പിന്നെ ഒരു ട്രിക്സും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ചെമ്മീൻ എടുക്കുന്ന പാത്രത്തിൽ ഒരു തരി വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തിട്ടിട്ട് കൈയിട്ട് ഇങ്ങനെ എന്താ പറയണ ലാമ്പി അലമ്പാക്കിയെടുക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ കൂടെ വെള്ളം ഒഴിക്കും, നമ്മൾ ഇരിക്കുന്ന ഭാഗത്താവും, നമ്മുടെ മേത്താവും, കൈ ആകെ നാശമാകും, സ്മെല്ലാകും, പിന്നെ അവിടെ തുടക്കാൻ നിൽക്കണം. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ചെമ്മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. കണ്ടോളൂ, ഈ ഒരു ചെമ്മീൻ എടുക്കുക, ആ തലഭാഗവും ആ വയർഭാഗവും കൂടി ഒരുമിച്ച് അങ്ങോട്ട് തോല് വലിച്ചെടുക്കുക. ആ ഒരു വാൽഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനായിട്ട് നമ്മുടെ വാലും പറഞ്ഞു കിട്ടും. പിന്നെ ആ ഒരു കറുത്ത നാരുകൂടി വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഒരു ചട്ടിയല്ല എത്ര ലോഡ് ചെമ്മീൻ ഉണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ നിങ്ങളെപ്പോലെ ലോകം അടിച്ചായിരുന്നു ചെമ്മീൻ ക്ലീണ കാര്യത്തിൽ. ഇപ്പം ഞാൻ ഇത്തിരി എക്സ്പേർട്ടാണ്. എത്ര കിട്ടിയാലും ഞാൻ കുറച്ച് നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ തോല് വേറെ അതുപോലെ തന്നെ നമ്മൾ കിള്ളിയെടുത്ത ചെമ്മീൻ വേറെ മാറ്റിയെടുക്കാനാണ് ഇങ്ങനെ നമ്മൾ 3 പാത്രം എടുക്കുന്നത്. അപ്പോൾ അതേ ഒന്നുകൂടി ശ്രദ്ധിച്ച് കണ്ടോളൂ. ആ തലഭാഗത്തുകൂടി വയറിലൂടെ വന്നിട്ട് ഒരു വലിക്കേനെ പകുതി ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ആ വാലും കൂടെ വലിച്ചെടുത്ത് ആ ഒരു കറുത്ത നാരില്ലേ അതുകൂടി വലിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ക്ലീൻ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ കത്തി ഉപയോഗിക്കാണ്ട് ഒട്ടും തന്നെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കൊഴുവയില്ലേ, കുഞ്ഞു കൊഴുവ, പീര പറ്റിക്കുന്ന ആ കൊഴുവയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഓടി വന്നോളൂ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ട് വെച്ചേക്കാം അതിൻ്റെ ലിങ്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇടയായിട്ട് അതിന് കുറച്ച് വ്യൂവേഴ്സ് കൂടി വരുന്നുണ്ടെന്ന്. കാരണം പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കുവാനാണെന്നുണ്ടെങ്കിൽ കൊഴുവ ക്ലീനിങ് മലയാളം എന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന വീഡിയോ അതാണ് കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. തലഭാഗത്തൊന്ന് പിടിക്കുക, വയറുവഴി ഒന്ന് വലിച്ചെടുക്കുക, താഴത്തെ ആ വാലും കൂടെ വലിച്ചെടുക്കുക, ഉള്ളിൽ നിന്ന് ആ കറുത്ത നാലും കൂടെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും ചെമ്മീൻ ഇത്രയായി. ഇപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങളോട് സംസാരിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ എത്രത്തോളം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തു എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരൊന്ന് കഴുകിയെടുത്താൽ മതി. എനിക്കറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് തോലും അതുപോലെ തന്നെ മീറ്റും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴുകിയെടുത്താൽ മതി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലേ, ഇഷ്ടമായില്ലേ? ഞാൻ ഈ വിദ്യ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് ഒത്തിരി ചെമ്മീൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി. ഇതുപോലെ നിങ്ങൾക്കും കഴിയില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരുപാട് പേരുണ്ടാവും മടിയുള്ളവർ. പക്ഷേ ഈ കൊച്ചുചെമ്മീനൊരു അപാര ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെ വെച്ചാലും ഇതിനൊരു കിടുക്കാച്ചി ടേസ്റ്റാണ്. അപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ മടി കാരണം മേടിക്കാത്തതാണ്. അപ്പോൾ ഇനി എല്ലാവരും മേടിച്ചോളൂ കേട്ടോ. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്